ആ തലയുടെ അകത്തു നിന്നായിരുന്നു അറ്റ്ലസ് എന്നുള്ള സാമ്രാജ്യം മുഴുവൻ പടുത്തുയർത്തിയതും. പ്രവാസത്തിന് വരുമ്പോൾ മനസ്സിൽ കുറച്ച് ഭയങ്ങളുണ്ടായിരുന്നു. പോലീസ് വണ്ടി നിൽപ്പുണ്ടെങ്കിലും അവരാരും ഈ മുണ്ടിടാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ മുണ്ടെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. സ്വന്തം ആക്ഷനെ രക്ഷിക്കാൻ പറ്റാത്ത എന്നോട് നിങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞിട്ട് എനിക്ക് എന്താവാൻ. ഈ നാട്ടുകാരൻ ഒരു ഒമാനിയുടെ മകളായിരുന്നു. രോഗികൾ വരുമ്പോഴും അവർ ഇന്ത്യൻ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു പരിധിവരെ എനിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരുവിധം ആൾക്കാർക്കെല്ലാം അഭിമാനം തന്നെയാണ്. അത് ഒരു പക്ഷേ നാട്ടിൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. അത്ര ദീർഘമല്ലാത്ത ഒരു പ്രവാസ ജീവിതമാണ് ഡോക്ടർ രാജഗോപാലിന്റെ. ഒമാനിലെ റോയൽ ബദർ സമ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനാണ് അദ്ദേഹം. പ്രവാസ ജീവിതത്തിൽ തന്നെ സ്വാധീനിച്ച ചില വ്യക്തികളെയും പ്രവാസ ജീവിതം തന്നിൽ വരുത്തിയ മാറ്റങ്ങളെയും കുറിച്ച് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. നമസ്കാരം. ഞാൻ ഡോക്ടർ രാജഗോപാൽ, മസ്കറ്റിൽ ഓർത്തോപീഡിക് സർജനായിട്ട് ഇപ്പോൾ ബദറുൽ സമ റോയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ സ്വദേശം വടക്കൻ പറവൂരാണ്. പഠിച്ചതും പാലക്കാട്, ഒറ്റപ്പാലം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് ചെന്ന് അവസാനം എറണാകുളത്തെത്തി. എറണാകുളം രാജഗിരി, UC കോളേജ് ആലുവ, അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ബാംഗ്ലൂർ തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിലൂടെ കടന്നു വന്ന് നാട്ടിൽ കൊടുങ്ങല്ലൂർ മെഡിക്കെയറിൽ വർക്ക് ചെയ്ത് തിരിച്ച് മസ്കറ്റിലെത്തി. 2010 മസ്കറ്റിൽ ലാൻഡ് ചെയ്തു. പ്രവാസത്തിലേക്ക് വരിക എന്നുള്ളത് കാനഡയിലോ US എവിടെയെങ്കിലും പോയിട്ട് പിള്ളേരുടെ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആൾ നല്ല ഹയർ എഡ്യൂക്കേഷൻ കിട്ടുമെന്നുള്ളൊരു ഓപ്ഷനിലാണ് അത് മനസ്സിലുണ്ടായിരുന്നത്. അച്ഛൻ ഡോക്ടർ നാഗനാഥൻ, അദ്ദേഹം അനസ്തെറ്റിസ്റ്റ് ആയിരുന്നു. 2009 മരിച്ചു. അപ്പോൾ അച്ഛനുള്ളിടത്തോളം കാലം എന്തായാലും എനിക്ക് പ്രവാസം എന്നൊരു ചിന്തയില്ല. കാരണം അടുത്ത് വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവണം എന്നുള്ളതാണ് കണക്ക്. അതിന് ശേഷമാണ് ഒരു പക്ഷേ എനിക്ക് പുറത്തേക്ക് എന്നുള്ളൊരു ഐഡിയ വന്നത്. അമ്മ ഡോക്ടർ സരോജം ഗൈനക്കോളജിസ്റ്റാണ്. ഇപ്പോൾ അമ്മ അനിയത്തിയുടെ കൂടെ അമേരിക്കയിൽ സെറ്റിൽഡാണ്. ഞാൻ പഠിച്ചത് മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലായിട്ടാണ്. അവസാനം വന്ന് അമ്മയുടെ നാടായ പറവൂരിലാണ് സെറ്റിൽ ചെയ്തത്. അച്ഛൻ്റെ നാട് പാലക്കാടാണ്. അവിടെ നിന്ന് UC കോളേജും മെഡിക്കൽ കോളേജും കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടിയതാണ് ഭാര്യ അഡ്വക്കേറ്റ് ബിന്ദു രാജഗോപാൽ. ഞങ്ങൾ UC കോളേജിൽ പ്രീ കഴിഞ്ഞിട്ട് രണ്ടുപേരും BSc സുവോളജിയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ തുടങ്ങിയ പ്രേമബന്ധമെന്നോ അടുപ്പെന്നോ എന്തു വേണമെങ്കിൽ വിളിക്കാം. ഞങ്ങൾ എത്തിപ്പെട്ടത് മസ്കറ്റിൽ. 2 മക്കൾ, മോൻ ആദിത്യ, മോൾ അനവദ്യ. മോൻ MBBS കഴിഞ്ഞു. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഉപരിപഠനത്തിനായി പോകാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോള് സെക്കൻഡ് ഇയർ MBBS. രണ്ടുപേരും പഠിച്ചത് പറവൂർ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ. 15 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മറക്കാൻ പാടില്ലാത്ത ഒറ്റ ഓർമ്മയുള്ളൂ, അത് അറ്റ്ലസ് രാമേന്ദ്രൻ സാറാണ്. ഞാൻ വരുമ്പോൾ അറ്റ്ലസ് ഹോസ്പിറ്റലിലാണ് ജോയിൻ ചെയ്യണത്. ഗൾഫിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നിരുത്സാഹപ്പെടുത്താൻ വളരെയധികം പേരുണ്ടായിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഓപ്പറേഷനുകളും പേഷ്യൻറ്റുകളുമായിട്ട് ജീവിച്ചു പോന്നിരുന്ന കാലഘട്ടമായിരുന്നു. ഭാര്യയെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് 2 കൊല്ലത്തേക്ക് നിനക്ക് വേണ്ടി 2 കൊല്ലം മാറ്റി വയ്ക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഓപ്പറേഷനുകൾ ഉണ്ടാവില്ല, കൈ വിറയ്ക്കാൻ തുടങ്ങും ഓപ്പറേഷൻ ചെയ്യാതെ എന്നുള്ള രീതിയിലുള്ള അഡ്വൈസൊക്കെ കിട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അറ്റ്ലസ് രാമേന്ദ്രൻ സാറിൻ്റെ ഇടപെടലുകൊണ്ട് ഞാൻ അറ്റ്ലസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ നിന്ന് ഇനി ചെയ്യാത്ത ഓപ്പറേഷനുകളില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയാം. എന്ത് കേസും ചെയ്യാനുള്ള സംവിധാനവും സൗകര്യവും ഉള്ളൊരു സ്ഥലമാണ് മസ്കറ്റ്. ഇവിടെ വന്ന് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറ്റ്ലസിൻ്റെ റെസ്പോൺസിബിൾ അതോറിറ്റി ആയിട്ട് വരുന്നത്. അതിനുശേഷം 2015 കൂടിയിട്ട് അറ്റ്ലസിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും സാറിന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് കാരണം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട്. ആ ഒരു 2-2.5 കൊല്ലത്തോളം ശരിക്കും സ്ട്രഗിൾ തന്നെയായിരുന്നു, നല്ല സ്ട്രഗിളായിരുന്നു. എല്ലാം പിടിച്ചു നിർത്തിക്കൊണ്ട് പോകാനും സാറിനെ പുറത്തിറക്കാനും അതിനുവേണ്ടി എടുത്തിട്ടുള്ളൊരു എഫേർട്ടും സ്ട്രെസ്സും അത് ഒരുപക്ഷെ അടുത്തുള്ള ഒരു 3-4 ഡോക്ടർമാർക്കും എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ. തിരിച്ചു പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല.
കാരണം ഇതിനകത്ത് 100-400 കുടുംബങ്ങളും കൂടി ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റിൽ സാറെപ്പോഴും പറയാറുള്ളത്, നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള രാമചന്ദ്രൻ സാറിൻ്റെ ഒരു ഇത്, ആ ഒരു കൺസെപ്റ്റിൽ ഇത്രയും ഈ 400 കുടുംബങ്ങളും സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത് അറ്റ്ലസ് എന്നുള്ള ഹോസ്പിറ്റൽ, 2 ഹോസ്പിറ്റലുണ്ട്, അറ്റ്ലസ് മെഡിക്കൽ സെൻറ്റർ, പിന്നെ അത് ഹോസ്പിറ്റലായി. റുബിയിലുണ്ടായിരുന്ന അറ്റ്ലസ് ഹോസ്പിറ്റൽ, 2 ഹോസ്പിറ്റലിൻ്റെ ബേസിലായിരുന്നു. വളരെ സാധുവായൊരു മനുഷ്യൻ, ആരെയും ദ്രോഹിക്കാത്തൊരു മനുഷ്യൻ, വലിയ ആർഭാടങ്ങളില്ല. കോട്ടിട്ട് കാണുന്ന രൂപം അല്ല ശരിക്കും നിങ്ങൾ കാണുന്ന രാമേന്ദ്രൻ സാറ്. നമ്മുടെ നാട്ടിൽ ഒരു ഷർട്ടും ഒരു മുണ്ടും എടുത്ത് നടക്കുന്ന സാധാരണ മനുഷ്യൻ. 5-6 ഫോണുണ്ട്, അതിൽ വില കൂടിയ ഫോണൊന്നും കണ്ടിട്ടില്ല. എല്ലാം ഓരോ സ്ഥലത്തെ ഫോണുകളാണ്. കുവൈത്തിലത്തെ നമ്പർ, അല്ലെങ്കിൽ സൗദിയിലത്തെ നമ്പർ, എല്ലാ നമ്പറുകളും, ജ്വല്ലറി ഉള്ള സ്ഥലത്തൊക്കെ നമ്പറുകൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. എല്ലാം കൊച്ചു കൊച്ചു ഫോണുകൾ. ക്യാമറ ഉണ്ട് എന്ന് മാത്രമേ, അതിനകത്ത് വിവരങ്ങൾ കാണും. ആ വിവരങ്ങൾ വെച്ചിട്ടാണ്, ആ തലയുടെ അകത്തു നിന്നായിരുന്നു അറ്റ്ലസ് എന്നുള്ള സാമ്രാജ്യം മുഴുവൻ പടുത്തുയർത്തിയതും അത് നിലനിർത്തി പോകുന്നതും. ഇടയ്ക്ക് എപ്പോഴോ എവിടെയോ പാളിച്ചകൾ പറ്റി. അതിനുശേഷം അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരുപാട് വേദനയുണ്ട് ആ ഒരു മനുഷ്യൻ്റെ അവസാന കാലത്തെ അവസ്ഥ. കാരണം എങ്ങനെ ജീവിക്കേണ്ടതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെയും ചോദിക്കാതെ എല്ലാവരെയും സഹായിച്ചിട്ടുള്ള മനുഷ്യന് അവസാന കാലത്ത് ദുര്യോഗം തന്നെ പറയാം, അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പവർ ഓഫ് അറ്റോർണി അടക്കമുള്ള സാധനങ്ങൾ തന്ന് ആ ഒരു രീതിയിൽ സപ്പോർട്ട്, ഒരു ഫാദർ ഫിഗർ എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ഒരടുപ്പം ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും വിളിക്കാനും, എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം, എന്ത് ചോദിക്കാനും ഒരുപാട് കാര്യങ്ങൾ പുള്ളി സാധിച്ചു തന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അറ്റ്ലസ് സന്തോഷത്തോടെ പൊക്കോണ്ടിരുന്നു. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ചെറുപ്പം തൊട്ട് കണ്ടു വളർന്നതാണ് ആശുപത്രിയും രോഗികളും ഒക്കെ. അമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആശുപത്രിയിലേക്ക്. എന്നെ തൊട്ടിൽ കെട്ടി അവിടെ തന്നെ കിടത്തി ഉറക്കിയിട്ട് പേഷ്യൻ്റ് നോക്കിയിട്ടുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു ചിന്തയായിരിക്കാം, വരുന്ന രോഗി മനുഷ്യനാണ്, ആ മനുഷ്യത്തോട് പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി അസുഖം മാറും എന്നുള്ളതാണ് അച്ഛനപ്പൂപ്പന്മാരായിട്ട് തന്നിട്ടുള്ള ഉപദേശം. അതിനകത്ത് ഇപ്പോഴും വ്യത്യാസം വരുത്തിയിട്ടില്ല. അത് മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാളെയും ദ്രോഹിക്കരുത്, അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കരുത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന മരുന്നിന് അലർജി ഉണ്ടാവാം, അതിന് ബുദ്ധിമുട്ടുകളുണ്ടാവാം, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. എന്നാലും ചികിത്സിക്കുക എന്നുള്ള ധർമ്മത്തിനകത്ത് ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല. ഒരു കൊച്ചിൻ്റെ കാലിലെ ഒരു മുറിവോട് കൂടിയിട്ടുള്ള ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അത് തുന്നി വൃത്തിയാക്കി ഈ നാട്ടുകാരൻ ഒരു ഒമാനിയുടെ മകളായിരുന്നു. കുറച്ച് മോശമായിട്ടുള്ള മുറിവായിരുന്നു. അത് തുന്നി ചിലപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ വേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു മുറിവായിരുന്നു. അത് തുന്നി വൃത്തിയാക്കി എല്ല് മുറിവ് കൂടുകയും മുറിവ് ഉണങ്ങുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ ആ ഒരു ആലിംഗനം എന്ന് വേണമെങ്കിൽ പറയാം. ആ നന്ദിയാണ് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം തന്നെ പറയാം. കാരണം സമ്മാനം സാമ്പത്തികമായിട്ടല്ലെങ്കിലും അതൊരു സന്തോഷമുള്ള അനുഭവം തന്നെയായിരുന്നു. ഞാൻ പൊതുവെ സങ്കടപ്പെടാത്തൊരു മനുഷ്യനാണ്. എന്തുണ്ടെങ്കിലും കുലുങ്ങില്ല എന്ന് ആൾക്കാർ പറയുന്ന ഒരു വ്യക്തിത്വം എന്ന് വിചാരിച്ചോളൂ. അതേ രീതിയിൽ എന്നോട് ഇടപഴകാൻ വരുന്ന രോഗികൾക്കും അവരും പറയാറുണ്ട്, അകത്ത് കയറി കാണുമ്പോൾ ഒരു എനർജി കിട്ടുന്നു എന്നുള്ളത്. ആ എനർജി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെയാണ്. സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപഴകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ എനർജി, ഒരു പോസിറ്റിവിറ്റി നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. ഏറ്റവും നിസ്സഹായനായിട്ട് ഞാൻ നോക്കി വന്നിട്ടുള്ള അവസ്ഥ എൻ്റെ അച്ഛൻ്റെ മരണമാണ്. അമ്മ ഒരു രാത്രി 10:30-10:45 വിളിക്കുന്നു, അച്ഛന് സുഖമില്ല എന്ന് പറയുന്നു, നീ വാ എന്ന് പറയുന്നു. ഞാൻ കൊടുങ്ങല്ലൂരും, അമ്മ പറവൂരും. ഒരു 15 മിനിറ്റിൽ ഞാൻ അവിടെ എത്തുന്നു, അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു. അമ്മ എത്തുമ്പോൾ ഓൾറെഡി അച്ഛനെ വീടിന് മുമ്പിലുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്, വീൽ ചെയറിൽ ഇരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. എന്നാലും എന്നെ കണ്ട ഉടനെ അപ്പുട്ടി എന്ന് വിളിച്ചു. ഓ എന്ന് പറയുമ്പോഴേക്കും കണ്ണുകൊണ്ടൊരു ആംഗ്യം കാണിച്ചു. പിന്നെ തല ഞങ്ങൾ താണു. ഞാൻ വീൽ ചെയറിൽ നിന്ന് കൈയോടെ തൂക്കി തൊട്ടപ്പുറത്തുള്ള ICUവിൽ കൊണ്ടുപോയി. ICUവിൽ കിടത്തി എൻ്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ട്. ICUവിൽ ട്യൂബ് ഇടാൻ ശ്രമിക്കുകയാണ്. CPR സ്റ്റാർട്ട് ചെയ്തിട്ട് ട്യൂബ് ഇടാൻ ശ്രമിക്കുകയാണ്. പറ്റുന്നില്ല. അത്രയ്ക്കുള്ള കഫക്കെട്ടും നീർക്കെട്ടും ഉണ്ട്. എനിക്കൊന്നും കാണുന്നില്ല. അമ്മയെ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നേരത്തെ ചോദിച്ച പോലെ രോഗിയെ രക്ഷിക്കാനുള്ള നിസ്സഹായതയല്ല, സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ പറ്റാത്തൊരു മകൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. രോഗികളെ എത്രയോ രക്ഷിച്ചിട്ടുണ്ട്, എത്രയോ രോഗികൾക്ക് ട്യൂബ് ഇട്ടിട്ടുണ്ട്, അവരെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ളവരെ രക്ഷപ്പെടുത്താൻ ദൈവാനുഗ്രഹം കൊണ്ട് സഹായിച്ചിട്ടുണ്ട്.
സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ അതിലും വലിയൊരു നഷ്ടം എനിക്ക് എന്താ ഉള്ളത്? ആ നഷ്ടബോധം ഒരുപക്ഷെ മാറ്റിയെടുക്കാൻ പറ്റില്ല. മറ്റൊരു രോഗിയെ രക്ഷിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ 1000 പേർക്ക് ഞാൻ വലിയ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തതുകൊണ്ടോ രോഗി മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മക്കളൊന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ മനസ്സിൽ പോകാറുള്ളത്, സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ പറ്റാത്ത എന്നോട് നിങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞിട്ട് എനിക്ക് എന്താവാൻ? റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. സോഷ്യൽ ലൈഫ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആൾക്കൂടി കിട്ടുന്ന അവധിയായ വെള്ളിയാഴ്ചയാണ് ഒരു ദിവസം ഉണ്ടാവുക. അത് കഴിയുന്നതും ഞാൻ ഫാമിലിക്ക് വേണ്ടി മാറ്റി വയ്ക്കാറേ ഉള്ളൂ. കാരണം ബാക്കി ദിവസങ്ങളിൽ രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 8:30 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9-9:30 വരെ നീളും ഞങ്ങളുടെ പ്രൊഫഷണൽ ജീവിതം. OP എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ട് 12-12:30 വരെ നീളും. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സർജറികൾ ഉണ്ടാവും. ആ സർജറികളെല്ലാം തീർത്ത് നേരെ 5 മണിക്ക് പിന്നെയും OPDയിൽ പേഷ്യൻറ്റിനെ കാണുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 9:30, ചിലപ്പോൾ 10 ഒക്കെ ആവാറുണ്ട്. നേരത്തെ പറഞ്ഞ സോഷ്യൽ ലൈഫ് ഇല്ലെങ്കിലും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. വിളിച്ചാൽ എന്തെങ്കിലും ചെയ്തു തരാൻ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഇപ്പോൾ ഒരു രോഗിക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു രോഗിക്ക് വേറെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനാണെങ്കിലും അങ്ങനെ ഒതുങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് പോകാനാണെങ്കിൽ നൈറ്റ് ലൈഫ് അങ്ങനത്തെ രീതിയിലേക്ക് എനിക്ക് വലിയ എക്സ്പോഷർ ഉണ്ടായിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാത്തിനുമുള്ള വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ആ വസ്ത്രം ധരിച്ചാൽ, ഞാൻ മുണ്ടെടുത്താണ് ഞാൻ അമ്പലത്തിൽ പോണത്, അതിനാരും തടസ്സം പറഞ്ഞ് കണ്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് പോകുന്നു. 2 അമ്പലങ്ങളുണ്ട്. 2 അമ്പലത്തിൽ ഞാൻ മുണ്ടെടുത്ത് എഴുതാലും പോലീസ് വണ്ടി നിൽപ്പുണ്ടെങ്കിലും അവരാരും ഈ മുണ്ടിടാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ മുണ്ടെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. എൻ്റെ കൂടെ വരുന്ന ഒമാനയാണെങ്കിൽ അമ്പലത്തിന് മുമ്പിൽ ഒന്ന് തൊഴുതിട്ട് ഇറങ്ങിപ്പോകാറുള്ളൂ. ആ ഒരു കൾച്ചർ അവർ കാണിക്കാറുണ്ട്. ദോഷം പറയാൻ പ്രത്യേകിച്ചൊന്നും ഒമാനികളെക്കുറിച്ചില്ല. കാരണം അവർ വളരെ നമ്മളെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ രോഗികൾ വരുമ്പോഴും അവർ ഇന്ത്യൻ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു പരിധി വരെ എനിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരുവിധം ആൾക്കാർക്കെല്ലാം അഭിമാനം തന്നെയാണ്. ഇന്ത്യൻ ഡോക്ടറെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ചികിത്സിക്കാനായിട്ട് എന്നുള്ളതൊരു വലിയ അഹങ്കാരം തന്നെയാണെന്ന് തന്നെ പറയാം. എടുത്തു പറയാനൊന്നും അങ്ങനെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കിയെന്ന് പറയാനില്ലെങ്കിലും ഒരുപാട് പേരുടെ വേദനകൾ മാറ്റിയെടുക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. പ്രവാസി ജീവിതം എന്നെ പഠിപ്പിച്ചത് ഒരു പക്ഷേ ലൈഫിലെ ഡിസിപ്ലിൻ ആയിരിക്കാം. നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും അത് ഒരു പക്ഷേ നാട്ടിൽ ഞാൻ മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ട്രാഫിക് റൂൾസ് ആണെങ്കിലും റോഡിൽ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് സ്പീഡ് എടുക്കുകയോ ഹോൺ അടിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറുമെന്നും ഒരു ആംബുലൻസ് വന്നാൽ അതിന് വഴി കൊടുക്കണമെന്നും നമുക്ക് ഓൾറെഡി അറിയാം. ഇത് നാട്ടിലറിയണ കാര്യമാണെങ്കിലും നമ്മളിവിടെ അത് ചെയ്യും. ഇവിടെ ഞാൻ മാത്രമല്ല ചെയ്യണേ, എൻ്റെ മുമ്പിലുള്ള വണ്ടി മാറുമ്പോൾ ഞാൻ മാറിയേ പറ്റൂ. അല്ല ഞാൻ മാത്രം ഞാൻ നെടുക്ക് നിൽക്കും എന്ന് പറഞ്ഞ് നിന്ന് തടസ്സം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കില്ല. ഒരു വേസ്റ്റ് ഇടുന്നത് പോലും ആണെങ്കിലും നമ്മൾ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി ഉണ്ട്, അത് നാട്ടിൽ ഡെഫിനറ്റ്ലി ഞാൻ മിസ് ചെയ്യുന്നു. പ്രവാസത്തിലെ നഷ്ടം എന്ന് പറയാനുള്ളത് ആ രാമേന്ദ്രൻ സാറായിട്ടുള്ള അടുപ്പവും അറ്റ്ലസുമാണ് ഞാൻ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതല്ലാതെ നാട്ടിൽ പോകാനോ നാട്ടിലെ അറ്റ്മോസ്ഫിയറോ, ഇവിടെ അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ആൾക്കാർക്ക് തൊഴണമെങ്കിൽ തൊഴാം, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഞാനൊന്നും മിസ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ കുളത്തിലെ കുളിയെന്നോ അല്ലെങ്കിൽ പുഴയിൽ നീന്തി തുടിക്കലോ എന്നൊക്കെ പറയാം, പക്ഷേ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അത് ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്കെൻ്റെ ബോണസ് തന്നെയാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും 3 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിപ്പെടാവുന്നൊരു സ്ഥലമാണ് നാട്. പ്രവാസത്തിന് വരുമ്പോൾ മനസ്സിൽ കുറച്ച് ഭയങ്ങളുണ്ടായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്. കാരണം നാട്ടിൽ കിട്ടുന്ന ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷർ ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ എൻ്റെ 2 മക്കളും 2 പേരും 12ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത്.
രണ്ടുപേരും നീറ്റ് എഴുതി MBBS അഡ്മിഷൻ മേടിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് പരാതികളൊന്നുമില്ല. അതാണ് എൻ്റെ അനുഗ്രഹം. മക്കളാണ്, അവരുടെ വിദ്യാഭ്യാസമാണ് എൻ്റെ അനുഗ്രഹം. എവിടെയും സക്സസ് ആവാൻ നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹം ഒന്ന്, പിന്നെ നമ്മളുടെ ഡെഡിക്കേഷൻ. അത്രയും അർപ്പണതയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വൈകിയോ നേരത്തെയോ അതറിയില്ല, എന്നാലും സക്സസ് ഉണ്ടാവും. വന്ന കാലത്ത് ഞാൻ നോക്കിയിട്ടുള്ളത് 3-4 പേഷ്യൻ്റ്. ആദ്യത്തെ പ്രാവശ്യം 10 പേഷ്യൻ്റ് ഒരു ദിവസം കണ്ടപ്പോൾ ഭാര്യയെ വിളിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്. 10 പേഷ്യൻ്റ് ആയിട്ടോ എന്ന് പറഞ്ഞു. ഇപ്പം അതിനകത്ത് നിന്ന് 40-ഉം 50-ഉം കഴിഞ്ഞ് 60-70 ഒക്കെ ആയപ്പോഴും നമുക്കൊരു അഭിമാനം തോന്നും. കാരണം നമ്മളെന്തോ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് നമ്മൾ അക്സെപ്റ്റഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ സമ്പാദ്യം എന്നുള്ള നിലയിലല്ല, മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതൊരു സന്തോഷമാണ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് നാട്ടിലെത്തിപ്പറ്റാൻ 3 മണിക്കൂർ 3.5 മണിക്കൂർ, എയർപോർട്ടിൽ സമയം കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇതോ മിസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ക്ലോസ് മെഡിക്കൽ കോളേജിലെ സുഹൃത്തുക്കൾ എന്ന് പറയാവുന്നൊരു 8 പേരുണ്ട്. ഈ 8 പേരും എല്ലാവരും വിളിച്ചാൽ വിളിപ്പുറത്താണ്. അപ്പോൾ എനിക്കൊരാവശ്യം ഉണ്ടെങ്കിലും അവർക്കൊരാവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും എത്തിയിരിക്കും. അതിനകത്തൊരു സംശയം വേണ്ട. അതിനകത്ത് മനോജെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 3 മനോജുണ്ട്, 2 ഗിരീഷുണ്ട്, ഒരു ഫേബിയൻ, ഒരു ബിജു. ഇതെല്ലാവരും അവിടെ എത്തും, ഞാനും ഉണ്ടാവും അവിടെ. ഒരു ബുദ്ധിമുട്ടേ തോന്നിയിട്ടില്ല. 15 കൊല്ലം മുമ്പ് മസ്കറ്റിലേക്ക് വരുമ്പോൾ നിരുത്സാഹപ്പെടുത്തിയ പലരും പറഞ്ഞിട്ടുള്ളത് ഓപ്പറേഷനുകൾ ചെയ്യാൻ പറ്റാത്തൊരു ഡോക്ടറുടെ അവസ്ഥ, മക്കളുടെ വിദ്യാഭ്യാസം, സമ്പാദ്യം, ഇതൊക്കെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ നേടിത്തന്നത് ഈ പ്രവാസം തന്നെയാണ്. ഇപ്പോൾ മസ്കറ്റിൽ അല്ലെങ്കിൽ മറ്റേത് സ്ഥലത്താണെങ്കിലും കുറച്ച് പേരെങ്കിലും അറിയപ്പെടുന്ന, കുറച്ച് പേരാൽ എന്നെ തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി എന്നെ മാറ്റിയത് മസ്കറ്റിലെ ഈ പ്രവാസം തന്നെയാണ്. 2 മക്കളെ ഡോക്ടർമാരാക്കാൻ കഴിഞ്ഞതും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞതും ജീവിതത്തിലെ ബാക്കിയുള്ള സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ നേടിത്തന്നതും ഈ പ്രവാസം തന്നെയാണ്. അതുതന്നെയാണ് മസ്കറ്റിനോടും ഈ പ്രവാസത്തോടും ഉള്ള കടപ്പാടും നന്ദിയും. അതുകൊണ്ട് മറക്കില്ല ഞാൻ ഈ പ്രവാസം.